ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ആതിര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭീഷ്മപർവം എന്ന മൂവിയുടെ കഥയാണ്. കഥയിലോട്ട് പോകുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ. എനിവേ, നമുക്ക് കഥയിലോട്ട് പോകാം. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ അഞ്ഞൂറ്റി എന്ന കുടുംബത്തിലെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതാണ് കാണിക്കുക. വർക്കിക്കും അന്നമ്മയ്ക്കും 5 മക്കളാണ്. മൂത്തവൻ പൈലി, അവനൊരു മുസ്ലിം പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. രണ്ടാമൻ മത്തായി, മൂന്നാമൻ മൈക്കിൾ, നാലാമത് സൈമൺ, അയാൾ ഒരു പള്ളിയിലച്ചനാണ്. അഞ്ചാമത് സൂസൻ ഒരു പോലീസുകാരനെ പ്രണയിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഒരു ഓട്ടോ ഡ്രൈവർ മൈക്കിളിനെ കാണാനായി പോകുന്ന ഒരു അമ്മയോടും മകളോടുമാണ് പറയുന്നത്. മൈക്കിളിൻ്റെ വീട്ടിലെത്തിയ ആ അമ്മയോടും മകളോടും ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. സോ ഇപ്പോൾ മൈക്കിളിനെ കാണാൻ കഴിയില്ലെന്ന് ഒരാൾ പറയുമ്പോൾ ഓട്ടോ ഡ്രൈവർ ഇറങ്ങി വന്ന് മൈക്കിളിൻ്റെ ഫ്രണ്ടായ ശിവൻകുട്ടിയോട് അവർ വന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. സോ മൈക്കിളിനെ കാണാൻ അയാൾ അവർക്ക് അനുമതി നൽകുന്നു. ആ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ അഞ്ഞൂറ്റിയിലെ എല്ലാ കുടുംബാംഗങ്ങളും അങ്ങോട്ട് വരുന്നത് കാണിക്കുന്നുണ്ട്. വർക്കിയുടെ അളിയൻ ജെയിംസും ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അയാൾ ഒരു പാർട്ടി പ്രവർത്തകനാണ്. പൈലിയുടെ 2 മക്കളായ ആമിനെയും അജാസിനെയും മത്തായിയുടെ 2 മക്കളായ പീറ്ററിനെയും പോളിനെയും കാണിക്കുന്നുണ്ട്. മൈക്കിളിനെ കാണാനായി വന്ന അമ്മയെയും മകളെയും കാണിക്കുമ്പോൾ അവർ എന്തിനാണ് മൈക്കിളിനെ അന്വേഷിച്ചു വന്നെന്ന കാര്യങ്ങൾ പറയുന്നതാണ് കാണിക്കുന്നത്. എനിക്കൊരു മകനുണ്ടായിരുന്നു. അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളെ കാണുന്നതും ഇവർ തമ്മിൽ ഇഷ്ടത്തിലാകുന്നതും. ഇവൾ ഉയർന്ന ജാതിയിൽപ്പെട്ടതും സമ്പന്ന കുടുംബത്തിലെയുമാണ്. പക്ഷെ ഇവർ തമ്മിൽ പിരിയാൻ കഴിയാത്ത വിധത്തിൽ സ്നേഹിച്ചതിനാൽ ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അന്ന് രാത്രി തന്നെ ഇവരുടെ സഹോദരന്മാർ അവനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. കേസും കാര്യങ്ങളും നടത്തി. പക്ഷെ അതൊക്കെ അവർക്ക് അനുകൂലമായിരുന്നു. ഇപ്പോൾ ഇവളെ തിരിച്ചു കൊണ്ടുപോകാനാണ് അവരുടെ പ്ലാൻ. ഞങ്ങൾക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് അവർ മൈക്കിളിനോട് ചോദിക്കുന്നു. നിങ്ങൾ പേടിക്കേണ്ട, ഈ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് മൈക്കിൾ അവർക്ക് ഉറപ്പ് നൽകുന്നു. ഇവരെ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോയി വിടാൻ ശിവൻകുട്ടിയോട് മൈക്കിൾ പറയുന്നു. പീറ്ററിന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് അവിടെ നടക്കുന്നത്. ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ മൈക്കിളും ചെല്ലുന്നു. പാർട്ടിക്ക് ശേഷം കുടുംബ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മൈക്കിളിനൊരു കോൾ വരുന്നു. വിളിക്കുന്നത് ശിവൻകുട്ടിയാണ്. ആ അമ്മയും മകളും പറഞ്ഞ ആളുകളെ അടിക്കാനായി മൈക്കിൾ ശിവൻകുട്ടിയെയും ഫ്രണ്ട്സിനെയും അങ്ങോട്ട് വിട്ടിരുന്നു. മൈക്കിളിന്റെ ആളുകൾ അവരെ അടിച്ച് ശരിയാക്കുന്നുണ്ട്. അജാസ് നടത്തുന്ന പെട്രോൾ പമ്പിൽ ഒരാൾ വന്ന് ആവശ്യമില്ലാതെ അവിടുത്തെ സ്റ്റാഫിനെ ചീത്ത പറയുന്നത് കണ്ടുവരുന്ന ആമിൻ അയാളെ തല്ലി ശരിയാക്കുന്നുണ്ട്. ആമിൻ അയാളെ അടിച്ചത് വീട്ടിലൊരു പ്രശ്നമാകുന്നു. ആമിൻ ഇങ്ങനെ പോയാൽ ശരിയാകില്ല. അവൻ എന്ത് ഭാവിച്ചാണ് തല്ലും ബഹളവും ഉണ്ടാക്കുന്നതെന്ന് ആമിന്റെ അമ്മ ഫാത്തിമ മൂത്ത മകനായ അജാസിനോട് ചോദിക്കുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി. അമ്മ ഇനി അതോർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് അജാസ് പറയുന്നു. ഈ സമയം ആമിൻ അങ്ങോട്ട് വരുമ്പോൾ മൈക്കിളപ്പാപ്പന് നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. സോ നീ ഇന്ന് തന്നെ ചെല്ലണമെന്ന് അജാസ് ആമിനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ മൈക്കിളിനെ മീറ്റ് ചെയ്യാനായി അമ്മ ഫാത്തിമയ്ക്കൊപ്പം ആമിനും അഞ്ഞൂറ്റിയിലേക്ക് ചെല്ലുമ്പോൾ ഫാത്തിമയോട് നീ താഴേക്ക് പോയിക്കോളൂ, എനിക്ക് ആമിനോട് തനിയെ സംസാരിക്കണമെന്ന് മൈക്കിൾ പറയുന്നു. മൈക്കിൾ താൻ അടിയുണ്ടാക്കിയത് ചോദിക്കാനാണ് വിളിപ്പിച്ചതെന്ന് കരുതി ഭയത്തോടെ ആമിൻ നടന്ന കാര്യങ്ങൾ പറയുന്നു. ഒരാവശ്യവുമില്ലാതെ അയാൾ പമ്പിലെ സ്റ്റാഫിനെ തല്ലുന്നത് കണ്ടാണ് ഞാൻ ഇടപെട്ടത്. എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നൊക്കെ ആമിൻ പറയുമ്പോൾ നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? അതൊന്നും ചോദിക്കാനല്ല ഞാൻ നിന്നെ വിളിപ്പിച്ചത്. നീ ജോലിയൊന്നും നോക്കുന്നില്ലേ എന്ന് മൈക്കിൾ അവനോട് ചോദിക്കുന്നു. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പഠിച്ചത്. സോ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിന് ഒരു കഫേ തുടങ്ങിയാലോ എന്ന പ്ലാൻ ഉണ്ടെന്നും ആമിൻ പറയും. മട്ടാഞ്ചേരിയിൽ പൂട്ടിക്കിടക്കുന്ന നമ്മുടെ കെട്ടിടം മതിയോ നിനക്ക് കഫേ നടത്താനെന്ന് മൈക്കിൾ ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ അത് മതിയെന്ന് ആമിനും പറയുന്നു. അതിനുശേഷം മൈക്കിൾ താഴേക്ക് വരുമ്പോൾ അവിടെ മത്തായും സൈമണുമുണ്ട്. സൈമൺ ഷെവലിയർ പട്ടത്തിന് വെച്ചിരുന്നെങ്കിലും തന്റെ കുടുംബത്തിൽ ഒരു മുസ്ലിം ഫാമിലി ഉള്ളതിനാൽ അത് കിട്ടിയില്ലെന്ന് മത്തായിയും സൈമണും മൈക്കിളിനോട് പറയുന്നു. ഫാത്തിമയുടെ ഫാമിലിയെ നമ്മുടെ കുടുംബത്തിൽ നിന്നും അകറ്റി നിർത്തണമെന്നും അവർ പറയുമ്പോൾ നമുക്ക് ഇവിടെയുള്ള അധികാരങ്ങളെല്ലാം ഫാത്തിമയ്ക്കുമുണ്ട്. സോ ഇതിനെപ്പറ്റി ഇനി ഇവിടെ ഒരു സംസാരം വേണ്ടെന്ന് മൈക്കിൾ സ്ട്രിക്റ്റായി അവരോട് പറയുന്നു. അതിനുശേഷം അവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നു. പീറ്റർ തന്റെ ഭാര്യയോട് ഒരു ബഹുമാനവുമില്ലാതെ വളരെ ക്രൂരമായി അവളോട് പെരുമാറുന്നത് കാണുന്ന മൈക്കിൾ, നീ ബികോം വരെ പഠിച്ചതല്ലേ? എന്റെ കണക്കുകൾ നോക്കുന്ന ഒരാൾക്ക് അസിസ്റ്റന്റിനെ വേണം. നിനക്ക് ആ ജോലി ചെയ്യാൻ കഴിയുമോ എന്ന് മൈക്കിൾ പീറ്ററിന്റെ വൈഫിനോട് ചോദിക്കുന്നു. ഇത് കേട്ട് പീറ്റർ വളരെ ദേഷ്യത്തോടെ അവളെ നോക്കുന്നത് കണ്ട് നിനക്ക് എതിർപ്പുണ്ടോ പീറ്റർ എന്ന് മൈക്കിൾ ചോദിക്കുന്നു. മൈക്കിളിനോടുള്ള ഭയം മൂലം എനിക്ക് പ്രശ്നമൊന്നുമില്ല മൈക്കിൾ അപ്പാപ്പ എന്ന് പീറ്റർ പറയുന്നു.
മൈക്കിൾ എഴുന്നേറ്റ് പോയതിനു ശേഷം പീറ്റർ ദേഷ്യത്തോടെ ഇവനാരാ എന്റെ ഭാര്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനെന്ന് മത്തായിയോട് ചോദിക്കുമ്പോൾ, മൈക്കിൾ നിന്നോട് സമ്മതം ചോദിച്ചിരുന്നല്ലോ, നിനക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ പറയാമായിരുന്നില്ലേ എന്ന് മത്തായി പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ മൈക്കിളിന്റെ സിസ്റ്ററായ സൂസൻ മൈക്കിളിന് കോൾ ചെയ്ത് സൂസന്റെ ഭർത്താവായ മാർട്ടിൻ മിസ്സിംഗ് ആണെന്നും അവനെ കുറിച്ച് ആളുകൾ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും അങ്ങോട്ട് പോലീസിന് പോലും കയറാൻ കഴിയില്ലെന്നും, സോ മാർട്ടിനെ രക്ഷിക്കാനായി ചേട്ടായി ഹെൽപ്പ് ചെയ്യാമോ എന്ന് സൂസൻ ചോദിക്കുമ്പോൾ ഞാൻ നോക്കാമെന്ന് മൈക്കിൾ ഉറപ്പ് കൊടുക്കുന്നു. മൈക്കിളിന്റെ കൂടെയുള്ള എല്ലാവരോടുമൊപ്പം മാർട്ടിനെ പിടിച്ചു വെച്ചിരിക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. മാർട്ടിനെ വിട്ടുതരണമെന്ന് മൈക്കിൾ പറയുമ്പോൾ, ഇവനെ ഞങ്ങളുടെ ബോസിന്റെ ഭാര്യയുടെ കട്ടിനടിയിൽ നിന്നും പിടിച്ച കേസാണ്, അങ്ങനെ അവനെ വിടാൻ പറ്റില്ല. ഇനി വിട്ടുകിട്ടണമെങ്കിൽ ഇവന്റെ ഭാര്യയായ സൂസൻ ഇവിടെ വന്ന് ഞങ്ങളുടെ ക്യാപ്റ്റനോട് മാപ്പ് പറയണമെന്നും അവർ പറയുമ്പോൾ, 500 വർക്കിയും അന്നമ്മയുമാണ് അവളെ വളർത്തിയതും വലുതാക്കിയതും, അതുകൊണ്ട് നിന്റെ ക്യാപ്റ്റന്റെ കാല് പിടിക്കാൻ അവളെ കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെയെല്ലാം മൈക്കിൾ അടിച്ചു തെറിപ്പിക്കുന്നു. ആ ഫൈറ്റിന് ശേഷം മാർട്ടിനെ അവന്റെ വീട്ടിൽ മൈക്കിൾ കൊണ്ടുചെന്നാക്കും. എന്റെ പെങ്ങള് പറഞ്ഞാൽ ഞാൻ നിന്നെ എന്ത് വില കൊടുത്തും രക്ഷിക്കുമെന്ന് നിനക്കറിയാം, പക്ഷെ നീ കാരണം ഇനി എന്റെ പെങ്ങൾ കരയാനിടയായാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് മൈക്കിൾ മാർട്ടിനെ വോൺ ചെയ്യുന്നുമുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് ഈ കാര്യത്തെ ചൊല്ലി മാർട്ടിനും സൂസനും വഴക്കുണ്ടാക്കുന്നതാണ് കാണിക്കുക. മക്കളെ ഓർത്തെങ്കിലും നിങ്ങൾ നന്നായി ജീവിക്കുന്നൊക്കെ സൂസൻ പറയുമ്പോൾ മാർട്ടിൻ അവളോട് വളരെ റൂഡായി ബിഹേവ് ചെയ്യും. എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും, നീ അതിൽ തലയിടാൻ വരണ്ടെന്ന് മാർട്ടിൻ അവളോട് പറയുന്നു. പീറ്ററിന്റെ ഭാര്യ മൈക്കിൾ പറഞ്ഞതുപോലെ അക്കൗണ്ടന്റ് അസിസ്റ്റന്റായി ജോലി ചെയ്യാൻ തുടങ്ങുന്നു. വീട്ടിലെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവൾ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുമ്പോൾ ഇതൊന്നും ഒട്ടും ഇഷ്ടമാകാത്ത പീറ്റർ ഷൂ പോളിഷ് ചെയ്തില്ലെന്ന് പറഞ്ഞ് അവളെ ചീത്ത വിളിക്കുന്നു. ആ ദേഷ്യത്തിന് ഷൂ ഇടാതെ തന്നെ പീറ്റർ വീട്ടിൽ നിന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ മൈക്കിളിനെ കാണാനായി ആലീസ് വരുന്നു. മൈക്കിളിന്റെ അമ്മയ്ക്ക് വേണ്ട മരുന്നുകൾ അവരാണ് കൊടുക്കുന്നത്. പക്ഷെ മൈക്കിളുമായി നല്ല ആത്മബന്ധത്തിലാണ് ആലീസിനായി മൈക്കിൾ ബിരിയാണി പ്രിപ്പയർ ചെയ്ത് നൽകുന്നു. അത് കഴിക്കുന്നതിനിടയിൽ സൂസന്റെ കാര്യത്തെക്കുറിച്ച് ആലീസ് മൈക്കിളിനോട് ചോദിക്കുന്നു. മാർട്ടിനൊപ്പം പോയത് മുതൽ അവൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, അവനെ ഉപേക്ഷിച്ച് ഇവിടെ വന്നവൾക്ക് താമസിച്ചുകൂടെ എന്നൊക്കെ ആലീസ് ചോദിക്കുമ്പോൾ, അവൾ തന്നെ കണ്ടുപിടിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് മാർട്ടിനെ, സോ അവൾക്ക് ആ ബന്ധം വേണ്ടെന്ന് വെച്ച് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിൽ കുറ്റബോധം ഉണ്ടാകുമെന്നും മൈക്കിൾ പറയുന്നു. ആ ചൊല്ലി ആലീസിന് നേരത്തെ മൈക്കിളിനെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവളുടെ വീട്ടുകാർ മൈക്കിളുമായുള്ള വിവാഹത്തിന് സമ്മതിക്കാതെ അവളെ വേറെ കെട്ടിക്കുന്നു. അവളെ കെട്ടിയാളും മാർട്ടിനെ പോലെ ഒരു റൂഡായ ആളായതിനാൽ ആലീസ് മകളുമായി തനിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പീറ്ററിന്റെ ബ്രദർ പോൾ ഒരു പെണ്ണുമായി ആമിന് മൈക്കിൾ കൊടുത്ത മത്താഞ്ചേരിയിലെ ബിൽഡിങ്ങിലേക്ക് വരുന്നു. അതേസമയം തന്നെ ആമിൻ തന്റെ ഫ്രണ്ട്സിനെ ആ ബിൽഡിംഗ് കാണിച്ചു കൊടുക്കാനായി അവർക്കൊപ്പം വരുന്നു. നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് പോൾ ദേഷ്യത്തോടെ ആമിനോട് ചോദിക്കുമ്പോൾ, പുതിയ കഫേ തുടങ്ങാനായി മൈക്കിൾ അപ്പാപ്പൻ എനിക്ക് ബിൽഡിംഗ് തന്നെന്ന് ആമിൻ പറയുന്നു. ഇത് ഞാനും പീറ്ററും ബിസിനസ് തുടങ്ങാനായി പ്ലാൻ ഇട്ടിരിക്കുന്ന ബിൽഡിംഗ് ആണ്, നീ ഒരു കഫേയും ഇവിടെ നടത്തില്ലെന്ന് പറഞ്ഞ് പോളും ആമിനുമായി അടിയാകുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് പീറ്റർ ഒരു സിനിമയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സിനിമയിലെ പാട്ട് സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു. അതേസമയം അങ്ങോട്ട് പോൾ വന്ന് ആമിനുമായി വടിയുണ്ടാക്കിയ കാര്യവും മട്ടാഞ്ചേരിയിലെ ബിൽഡിംഗ് കൈവിട്ടു പോയെന്നും പറയുന്നു. ഇതൊക്കെ മൈക്കിളിനോട് ചോദിക്കാനായി പീറ്ററും പോളും അപ്പനായ മത്തായിക്കൊപ്പം മൈക്കിളിനടുത്തേക്ക് ചെല്ലുന്നു. എന്റെ മക്കൾ അവിടെ നേരത്തെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ഇട്ടതാണ്, അത് ആമിന് കൊടുത്തത് ശരിയായില്ലെന്നും മത്തായി മൈക്കിളിനോട് പറയുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും ഇതുവരെ നടത്തിയ ബിസിനസ്സുകളെല്ലാം പൊളിഞ്ഞ കോടികളാണ് എനിക്ക് നഷ്ടം വരുത്തി വെച്ചത്. ഇനി നിങ്ങൾ പുതിയ ബിസിനസ്സുകളൊന്നും ചെയ്യണ്ട, 2 വർഷമായി ആ ബിൽഡിംഗ് പൂട്ടിക്കിടക്കുകയാണ്. ആമിന്റെ പ്ലാൻ അനുസരിച്ച് അവർ അവിടെ ഒരു ബിസിനസ് തുടങ്ങട്ടെ, നിങ്ങൾ ഇതിൽ തലയിടാൻ വരണ്ടെന്നും മൈക്കിൾ സ്ട്രിക്റ്റായി പറയുന്നു. മത്തായി മൈക്കിളിന്റെ ചേട്ടനാണ്, എന്നിട്ടും മൈക്കിൾ പറയുന്നതിനൊക്കെ തലയാട്ടുക മാത്രമാണ് മത്തായി ചെയ്യുക. നിങ്ങൾ പ്രതികരിക്കാത്തതിനാലാണ് മൈക്കിൾ വലിയ ആളാകുന്നത് എന്നൊക്കെ പറഞ്ഞ പീറ്ററും പോളും മത്തായിയോട് ദേഷ്യപ്പെടുമ്പോൾ, നീയൊന്നും കാണാത്ത മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. കോച്ചേരിക്കാർ ഞങ്ങളുടെ ചേട്ടൻ പൈലിയെ കൊന്നതിന് പ്രതികാരമായി അന്ന് രാത്രി തന്നെ അവരെ കൊന്ന് അവരുടെ തല വെട്ടിയെടുത്തവനാണ് മൈക്കിൾ. ആ മൈക്കിളിനെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ വാ തുറക്കാൻ പോലും പേടിച്ചേനെ എന്ന് മത്തായി പോളിനോടും പീറ്ററിനോടും പറയുന്നു. പാർട്ടി നേതാവായ ജെയിംസ് മൈക്കിളിനെ മീറ്റ് ചെയ്ത് ഇലക്ഷൻ അടുക്കാറായി, നീ ഹെൽപ്പ് ചെയ്താലേ എനിക്ക് വോട്ട് ലഭിക്കൂ എന്ന് പറയുമ്പോൾ, നിന്നെ വിശ്വസിച്ച് ഈ തവണ ജയിപ്പിച്ചിട്ട് നീ എന്നെയും ജനങ്ങളെയും പറ്റിക്കുകയാണ് ചെയ്തത്, ഞാൻ നിനക്കായി ഇനി ഒരു ഹെൽപ്പും ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിൾ ജെയിംസിനെ ഇറക്കിവിടുന്നു. മൈക്കിളിന്റെ മേൽ ദേഷ്യത്തിലാകുന്ന പീറ്റർ, പോൾ, ജെയിംസ്, സൈമൺ ഇവരെല്ലാവരും ഒത്തുചേർന്ന് മൈക്കിളിനെ കൊല്ലാനായി ഒരു പ്ലാൻ ഇടുന്നു. അതായത് മൈക്കിളിന്റെ മൂത്ത ചേട്ടനായ പൈലിയെ കൊന്ന 2 പേരെയും മൈക്കിൾ തേടി പിടിച്ച് കൊന്നിരിക്കും.
കരുതുന്നു. ആ രണ്ടുപേരും ബ്രദേഴ്സാണ്. അതിൽ ഒരാളുടെ മകനായ രാജൻ ഇപ്പോൾ ബോംബെയിലെ ഒരു ഡോണാണ്. മൈക്കിളിനെ കൊല്ലാൻ അവന് മാത്രമേ കഴിയൂ. രാജന്റെ അപ്പന്റെ അച്ഛനും അമ്മയും പേരക്കുട്ടിയെ മൈക്കിളിനെതിരായിട്ടാണ് വളർത്തിയത്. സോ രാജൻ ഉറപ്പായും മൈക്കിളിനെ കൊല്ലാൻ ഒരവസരം നോക്കിയിരിക്കുകയായിരിക്കും. സോ ആദ്യം നമുക്ക് അവന്റെ മുത്തച്ഛനെയും മുത്തശ്ശിയും കണ്ട് രാജനെ നാട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും ജെയിംസ് സൈമണിനോട് പറയുന്നു. ജെയിംസ് രാജന്റെ മുത്തച്ഛനെയും മുത്തശ്ശിയും കണ്ട് കൺവിൻസ് ചെയ്ത് മൈക്കിളിനെ കൊല്ലാനായി രാജനെ നാട്ടിലെത്തിക്കുന്നു. പീറ്ററും പോളും രാജനെ മൈക്കിളിന്റെ അടുത്ത് കൊണ്ടു ചെല്ലുന്നു. അവിടെയുള്ള ഒരു കോളനി ഒഴിപ്പിച്ച് അവിടെ പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനാണ് രാജൻ വന്നിരിക്കുന്നതെന്നും 50-50 പാർട്ണർഷിപ്പിൽ മൈക്കിളുമായി ചേർന്ന് ബിസിനസ് തുടങ്ങാനാണ് രാജന്റെ പ്ലാൻ എന്നും പീറ്റർ പറയുന്നു. പക്ഷേ താൻ നേരത്തെ കൊന്നയാളുടെ മകനാണ് രാജനെന്നും തന്നോട് പക വീട്ടാനാണ് അവൻ വന്നതെന്നും മൈക്കിളിന് മനസ്സിലാകുന്നു. നീ എന്നോട് പക പോക്കാനാണ് വന്നതെങ്കിൽ നമുക്ക് നേരിൽ ഏറ്റുമുട്ടാം. അതിനിടയിൽ എന്തിനാണ് ഈ രണ്ട് ഇഡിയറ്റ്സ് എന്ന് മൈക്കിൾ പീറ്ററിനെയും ബോളിനെയും കളിയാക്കിക്കൊണ്ട് രാജനോട് ചോദിക്കുന്നു. ഞാൻ പക വീട്ടാനല്ല വന്നത്, ബിസിനസ് ചെയ്യാനാണ് വന്നതെന്ന് രാജൻ ആവർത്തിച്ച് പറയുമ്പോൾ മൈക്കിൾ അവരെ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. ആമിനും സൂസന്റെയും മാർട്ടിന്റെയും മകളുമായ റേച്ചലുമായി പ്രണയത്തിലാണെന്ന് കാണിക്കുന്നു. ഈ കാര്യം വീട്ടിൽ ആർക്കും തന്നെ അറിയില്ല. പക്ഷെ ആമിന്റെ ചേട്ടൻ അജാസിന് അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് മനസ്സിലാകുന്നു. സോ അജാസ് ആമിനെ വിളിച്ച് വോൺ ചെയ്യുന്നു. എന്ത് വന്നാലും ഞാൻ അവളെ കല്യാണം കഴിക്കുമെന്ന തീരുമാനത്തിൽ ആമിൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ വീട്ടിലുള്ള എല്ലാവർക്കും ആമിനും റേച്ചലുമായി ഇഷ്ടത്തിലാണെന്ന് മനസ്സിലാകുന്നു. അത് വലിയൊരു വഴക്കിന് തന്നെ കാരണമാകും. സോ ഒത്തുതീർപ്പിനായി കുടുംബാംഗങ്ങൾ മൈക്കിളിനടുത്ത് വരുമ്പോൾ റേച്ചലിന്റെ അച്ഛൻ മാർട്ടിൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് പറയുന്നു. നീയും എന്റെ സഹോദരിയായ സൂസനെ ലവ് ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ നിങ്ങളുടെ കല്യാണം നടത്തി തന്നതാണ്. ഈ വീട്ടിൽ എല്ലാവർക്കും ഒരേ നീതിയാണ്. സോ അവരുടെ കല്യാണം ഞാൻ നടത്തുമെന്നും മൈക്കിൾ മാർട്ടിനോട് പറയുന്നു. ഇതിൽ ദേഷ്യത്തിലായ മാർട്ടിനും പീറ്ററിനും പോളിനുമൊപ്പം ചേരുന്നു. മൈക്കിളിനെ കൊല്ലാനായി അവർ രാജന്റെ അടുത്ത് ചെല്ലുന്നു. രാജൻ ഈ കാര്യങ്ങൾ അവന്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുമ്പോൾ മൈക്കിൾ എല്ലാവരെക്കാളും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ആമിനെയും അജാസിനെയുമാണ്. സോ നീ ആദ്യം അവരെ കൊല്ല, പിന്നീട് മൈക്കിളിനെ കൊല്ലുന്നത് വളരെ ഈസി ആയിരിക്കുമെന്ന് മുത്തശ്ശൻ രാജന് അഡ്വൈസ് നൽകുന്നു. റേച്ചലും ആമിനും രാത്രി കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മുന്നിലായി ഒരു കാർ നിർത്തി അവരെ തടയുന്നു. അത് ആരാണെന്നറിയാൻ ആമിൻ കാറിൽ നിന്നിറങ്ങുമ്പോൾ ആ കാറിലുണ്ടായിരുന്നവർ ആമിനെ കുത്തി വീഴ്ത്തുന്നു. താഴെ വീണ് പിടയുന്ന ആമിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പീറ്ററിനെയും പോളിനെയും കാണിക്കുന്നു. ആമിൻ മരണത്തിന് കീഴടങ്ങുന്നു. ആമിന്റെ മരണം അജാസിന് താങ്ങാൻ കഴിയുന്നതിലും അധികമായിരുന്നു. ആമിൻ മരിക്കുന്നതിന് മുൻപ് പീറ്ററും പോളും രാജനും കൂടിക്കാഴ്ച നടത്തിയിരുന്നെന്ന് അജാസിന് ഇൻഫർമേഷൻ ലഭിക്കുന്നു. ആമിന്റെ മരണത്തിന് ഉത്തരവാദിയായ പീറ്ററിനെയും പോളിനെയും വീട്ടിൽ കയറി അജാസ് അടിക്കുന്നു. ഇത് കണ്ട് നീ ഇപ്പോൾ പോ, എല്ലാത്തിനും തീരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞ് മൈക്കിൾ അജാസിനെ സമാധാനപ്പെടുത്തി തിരിച്ചുവിടുന്നു. അജാസ് പോയതിനു ശേഷം ആമിന്റെ മരണത്തിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഉറപ്പായും നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് മൈക്കിൾ അവരെ വാൺ ചെയ്യുന്നു. വീണ്ടും മൈക്കിളിനെതിരായവർ ഒത്തുകൂടി മൈക്കിൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. നമുക്കെതിരെ മൈക്കിൾ നിന്നാൽ ആരും ജീവനോടെ കാണില്ല. സോ അതിനു മുൻപ് മൈക്കിളിനെ കൊല്ലണമെന്നും പ്ലാൻ ചെയ്യുന്നു. ആ പ്ലാൻ അനുസരിച്ച് രാജൻ അവന്റെ ഗുണ്ടകളുമായി മൈക്കിളിനെ കൊല്ലാൻ വരുന്നു. രാജന്റെ ടീമിലുള്ള എല്ലാവർക്കും ആയുധങ്ങൾ കൊടുത്ത് മൈക്കിളിനെ കൊല്ലാൻ പറഞ്ഞ് രാജൻ തിരിച്ചു പോകുന്നു. ആ ഫൈറ്റിൽ മൈക്കിളിന് നന്നായി പരിക്കു പറ്റുന്നു. മരണപ്പെടുന്ന അവസ്ഥയിലാണ് മൈക്കിളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതെങ്കിലും മൈക്കിൾ എല്ലാം ഓവർകം ചെയ്യുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം മൈക്കിൾ കണ്ണു തുറക്കുന്നു. മൈക്കിൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നറിയുന്നത് മൈക്കിളിന്റെ ശത്രുക്കളിൽ ഭയമുണ്ടാക്കുന്നു. അവനെ കൊല്ലാൻ ആർക്കും കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനി നമ്മളാണ് ഇതൊക്കെ ചെയ്തതെന്നറിഞ്ഞ് മൈക്കിൾ നമുക്കെതിരെ നിന്നാൽ നമ്മളെല്ലാം തീർന്നത് തന്നെയെന്ന് ജെയിംസും സൈമണും പറയുന്നു. അവൻ തിരിച്ചു വന്നാലല്ലേ കുഴപ്പമുള്ളൂ, നമുക്കവനെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൊല്ലണമെന്നും രാജൻ പറയുന്നു. റേച്ചലിനെയും സൂസനെയും ആ വീട്ടിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് മാർട്ടിൻ അങ്ങോട്ട് ആളുകളെ വിടുന്നു. പക്ഷെ ഇത് മുൻപേ മനസ്സിലായ മൈക്കിൾ അവരുടെ രക്ഷയ്ക്കായി അവിടെ മൈക്കിളിന്റെ ആളുകളെ നിർത്തുന്നു. ഇനിയും ഇവരെ വെറുതെ വിട്ടാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കിയ മൈക്കിൾ എല്ലാവരെയും ഓരോ രീതിയിൽ അകപ്പെടുത്തുന്നു. സൂസന്റെ ഹസ്ബൻഡായ മാർട്ടിനെ അജാസിനെ കൊണ്ട് ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്ത് കൊല്ലുന്നു. ജെയിംസ് ചെയ്ത ഇല്ലീഗലായ കാര്യങ്ങളുടെ ഡോക്യുമെന്റ്സ് മൈക്കിൾ പോലീസിന് കൈമാറി ജെയിംസിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. സൈമൺ പള്ളിയിലച്ചനാണെങ്കിലും ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച കേസ് അയാളുടെ മേലുണ്ട്. ആ കേസ് കുത്തിപ്പൊക്കി പോലീസിനെ കൊണ്ട് അയാളെയും അറസ്റ്റ് ചെയ്യിക്കുന്നു. അതിനുശേഷം പീറ്ററിനെയും പോളിനെയും കൊന്നുകളഞ്ഞേക്കെന്ന് മൈക്കിൾ അജാസിനോട് പറയുന്നു. അജാസ് പീറ്ററിനെയും പോളിനെയും അകപ്പെടുത്തി അവരെ പഞ്ഞിക്കിടുന്നു. അതിനൊടുവിൽ പീറ്ററിനെ അജാസ് കൊല്ലും. പക്ഷെ പോളിനെ മാത്രം മൈക്കിൾ വെറുതെ വിടാൻ പറയും. മൈക്കിൾ പോളിന് കോൾ ചെയ്ത് നീ നിന്റെ അമ്മയെയും കൂട്ടി ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കോണം, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരരുതെന്നും പറയും. ഇനി
ബാക്കിയുള്ളത് രാജനാണ്. ബോംബെയിലുള്ള മൈക്കിളിന്റെ ആളുകളെ കൊണ്ടുവന്ന് രാജനെ ഗൺ പോയിന്റിൽ നിർത്തി, നിന്റെ അച്ഛനെ ഞാനാണ് കൊന്നത്, മകനെയും കൊന്നു എന്നൊരു ചീത്തപ്പേര് കിട്ടാതിരിക്കാനാണ് ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചത്, പക്ഷെ നീ സമ്മതിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് രാജനെയും കൊല്ലുന്നു. അതിനുശേഷം രാജന്റെ മുത്തച്ഛനെയും മുത്തശ്ശിയും അടുത്ത് ചെന്ന് ഇനിയെങ്കിലും മനുഷ്യരായി ജീവിക്കുമെന്ന് പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം അഞ്ഞൂറ്റി തറവാട് കാണിക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് കാണിക്കുക. അജാസിന് അടുത്ത് വന്ന് രണ്ടുപേര് തന്റെ പേരൻസിനെ ആരൊക്കെയോ കൊന്നെന്ന് പറയുമ്പോൾ ഈ കേസ് അവർ നിർത്തിയെടുത്തു നിന്ന് നമ്മൾ തുടങ്ങുമെന്ന് അജാസ് ആ കുട്ടികളോട് പറയുന്നതോടൊപ്പം നമ്മുടെ ഹീറോ മൈക്കിളിനെ കാണിച്ചുകൊണ്ട് ഈ മൂവിയും അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. ടാറ്റാ.